വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. എന്താ സംഭവിച്ചേ? കൈവച്ചപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ വന്ന പോലെ ഒരു വിശ്വാസം എനിക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ആശ്വാസമുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ല പനിയുണ്ടായിരുന്നു, ചുമയുണ്ടായിരുന്നു, പിന്നെ വയറ്റിൽ ഒരു 9 മുഴകളുണ്ട്, നടുവേദനയുണ്ട്. അന്നേരം എനിക്കൊരു വിശ്വാസം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. കൈവച്ചപ്പോൾ എന്താ അനുഭവപ്പെട്ടു? ഒരു തീ പോലെ തോന്നി എനിക്ക്. ഒരു തീ പോലെ തോന്നി. അഗ്നിയായ പരിശുദ്ധാത്മാവ് ഇവളുടെ ശരീരത്തിന്മേൽ ശത്രു കെട്ടിവെച്ചിരിക്കുന്നു. എല്ലാ മുഴകളും ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ തികച്ചു മാറട്ടെ. എന്തെങ്കിലും അനുഭവപ്പെട്ടോ കൈവച്ചപ്പോ? എന്തോ കറുത്തത് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോവുക, തണുത്ത ഒരു കാറ്റ് അകത്തോട്ട് വരുന്നതായിട്ട് തോന്നി. ഉള്ളിലോട്ട് തണുത്ത കാറ്റ് വീശി, ഉള്ളിലേക്ക് തണുത്ത കാറ്റ് വീശി. എന്തോ വിഷയട്ടോ? 21 വർഷം കൊണ്ട് നട്ടലിന് തേയ്മാനവും വേദനയുണ്ട്. പിന്നെ ഈ നെഞ്ചിന് ലിവറിനകത്ത് നല്ല പാറ്റുണ്ട്, കൊഴുപ്പ് നല്ലപോലുണ്ട്, ഇടത്തെ മാറിലും ഉണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര വേദനയായിട്ടാണ് വന്നത്. ഇപ്പം എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവിടെ വേദന നല്ല വെങ്ങിയിരിക്കുമായിരുന്നു വന്നപ്പോൾ. സ്വർഗപിതാവേ, അവിടുന്ന് ജീവിക്കുന്ന ദൈവമാകുന്നു. ഇവൾ അനേകരോട് സാക്ഷ്യം പറയുവാൻ മനുഷ്യകരത്തിന്റെ ശക്തിയല്ല, ദൈവകരത്തിന്റെ ശക്തിയെന്ന് ഇവൾ അനേകരോട് സാക്ഷിക്കുവാൻ, ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ശക്തിയിൽ ഇവൾ വിശ്വസിക്കുവാൻ എല്ലാ കെട്ടുകളും പൊട്ടിമാറും. എനിക്ക് 2 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു. പനി കുറവുണ്ടായിരുന്നു, പക്ഷെ തലവേദന ഇവിടെ വന്നപ്പം ഭയങ്കര തലവേദനയായിരുന്നു. ഇരിക്കാൻ വയ്യാത്ത തലവേദനയായിരുന്നു. ഇപ്പം തലവേദനയില്ല. എപ്പോഴാണ് മാറിയത്? ഇവിടെ വന്ന് പ്രേരണ കുറേ 1 മണിക്കൂറായപ്പോഴത്തേക്ക് തലവേദന കംപ്ലീറ്റ് മാറിയായിരുന്നു. പിന്നെ മനസ്സിനകത്ത് നല്ല ഭാരമായിരുന്നു, അത് നല്ലതുപോലെ ഒഴിഞ്ഞു പോയി. ഇപ്പം കൈവച്ചപ്പോൾ എന്തൊക്കെ അനുഭവം? എൻ്റെ നെഞ്ചിനകത്ത് നിന്ന് എന്തോ ഒരു ഭാരം പോയതുപോലെ. ഇവളുടെ ജീവിതത്തിന്മേൽ ശത്രു കെട്ടിവെച്ചിരുന്ന കെട്ടുകൾ പൊട്ടി മാറിയിരിക്കാതെ സ്തോത്രം. യേശുവിന്റെ രക്തം ചെയ്യാം. അനുഭവപ്പെട്ടോ? എനിക്ക് 10 കൊല്ലത്തിൽ കൂടുതലായി ശരീരം മുഴുവൻ വേദനയും നീരാണ്. പിന്നെ അത് തന്നെയല്ല 10 വർഷം കൊണ്ട് പല ഇഷ്ടംപോലെ ആലപ്പുഴയിൽ നിന്ന് ഗുളികൾ കഴിച്ച് എനിക്ക് മേലെ കൈവച്ചപ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തിന് ഭയങ്കരമായ ഒരു ഭാരം പോയതുപോലെ തോന്നി. അതാണ് എൻ്റെ ഏറ്റവും വലിയ. ഇപ്പം എനിക്ക് കാലിലും കൈക്കും ശരീരത്തിന് ഒരു വേദന തോന്നുന്നില്ല. കാരണം ഈ 10-12 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദനകളും ഗുളികളും എൻ്റെ 12 വർഷത്തെ ശരീരത്തിന്റെ മേൽ ശത്രു കെട്ടിവെച്ചിരുന്ന കെട്ട് നീങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് ശരീരത്തിന് ഭാരമില്ല. നടന്നു നോക്കിയാ നല്ലോണം. നേരത്തെ നടക്കാൻ പറ്റുമോ? നിന്നിടത്ത് നീങ്ങാൻ പറ്റത്തില്ല. എന്റെ ശരീരത്തിന് ഭാരമില്ല. പറഞ്ഞോട്ടോ. മോടെ പേരെന്താ? ഞാൻ 7 വർഷമായിട്ട് കഠിന തലവേദനയായിരുന്നു എനിക്ക്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ +2. ഞാൻ കോട്ടയത്തായിരുന്നു ഫസ്റ്റ്. കോട്ടയത്ത് പല ആശുപത്രിയിലും, മെയിൻ മന്ദിരം തൊട്ട് മേസി തൊട്ട് സകല ആശുപത്രിയിലും ഞാൻ പോയി മരുന്ന് കഴിക്കുന്നുണ്ട്. അവിടുന്ന് നേരെ ആലപ്പുഴയിലെ പഠനത്തിനായിട്ട് വന്നപ്പോഴും അവിടെയും മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും തിരുമേനി എൻ്റെ തല തൊട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ തലേന്ന് ഇവിടെ വന്നപ്പോഴും എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, കഠിന തലവേദന തന്നെ. ഇന്നലെ എനിക്ക് ടൂറുണ്ടായിരുന്നു. ടൂർ കഴിഞ്ഞ് വന്നപ്പോഴും നല്ല തലവേദനയായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ തലേന്ന് എന്തോ ഭാരം പോയതുപോലെ, പെട്ടെന്നൊരു തണുപ്പ് വന്ന പോലെ. എനിക്കിപ്പോൾ വേദനയില്ല. ഞാൻ വാഗമണ്ണിൽ പോയിട്ടൊന്നും ആ ടൂർ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഈ പ്രാർത്ഥന എൻജോയ് ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും പറ്റി. വിടുവിച്ചതാ കൊടുങ്കാറ്റിനെ അടക്കിയതാ നിൻ
എന്നിൽ രൂപാന്തരം